24 വാർത്തയ്ക്ക് പിന്നാലെ +2 വിദ്യാർത്ഥിയുടെ സർട്ടിഫിക്കറ്റ് പിഴവ് പരിഹരിച്ചു കൊടുത്തു. മലപ്പുറത്തെ അതുൽ മഹാദേവനാണ് പുതിയ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട്. മലപ്പുറത്തെ അതുൽ മഹാദേവിൻ്റെ വാർത്ത നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതാണ്. അതായത് ഈ മാർക്ക് ഷീറ്റിൽ വന്ന ഗുരുതരമായ പിഴവ്, എന്തായാലും അതിൽ ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കുന്നു. അതിൻ്റെ പിതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആക്ഷൻ പെട്ടെന്നായി. അവർ സൺഡേ ആയിട്ടും അവർ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തി അവർ പെട്ടെന്നെല്ലാം ചെയ്ത് തന്നു. പക്ഷേ മാർക്ക് 30 മാർക്ക് കുറവായിരുന്നു. ശരിക്കും അവർ വാല്യൂ ചെയ്ത അവർ പിന്നെ ശരിക്കും 30+50 എന്ന് എഴുതേണ്ടത് 30+50 80 എന്ന് എഴുതേണ്ടത് 30+50 = 50 എന്ന് എഴുതി. അങ്ങനെ 30 മാർക്ക് അതിൽ നിന്ന് കുറഞ്ഞു. അതുകൊണ്ട് നമ്മൾ റാങ്കിലൊക്കെ നമുക്ക് കിട്ടേണ്ട കോളേജുകളിൽ റാങ്ക് ലിസ്റ്റിലൊക്കെ ശരിക്കും ഏകദേശം ഒരു 200-ൻ്റെയും 250-ൻ്റെയും ഇടയിൽ ആണ് പിന്നെ ഇത് വ്യത്യാസം വന്നത്. ഇതാണ് സർട്ടിഫിക്കറ്റ് അല്ലേ? ഇതിൽ ടോട്ടൽ 50 എഴുതുന്നു. ഇതാ 30+50 = 50 ഇവിടെ എഴുതിയത്. ഇവിടെ റീവാല്യൂ ചെയ്ത് സെക്കൻഡ് വാല്യൂഷൻ നടത്തിയ ആളും 80-50 എന്ന് എഴുതി ഇവിടെ ഒപ്പുപോലും ഇട്ടിട്ടുണ്ട്. 1011 മാർക്കായി അതിൻ്റെ മാർക്ക് ഷീറ്റിലും മാറ്റം വന്നിട്ടുണ്ട്. ഇതാണ് പുതിയ മാർക്ക് ഷീറ്റ്. അതുപ്രകാരം 1011 മാർക്കായി അതിൻ്റെ മാർക്ക് കൂടിയിട്ടുണ്ട്. 30 മാർക്ക് അത് ഹിന്ദിക്കായിരുന്നു പ്രശ്നമായിരുന്നത്. ഹിന്ദിയുടെ ടോട്ടൽ മാർക്ക് ആഡ് ചെയ്തപ്പോഴാണ് ഈ 50 മാർക്ക്, അതായത് 80 മാർക്ക് വരേണ്ടത് 50 മാർക്ക് എന്ന് രേഖപ്പെടുത്തിയത്. ഇതേ തുടർന്നാണ് ഈ പ്രതിസന്ധി ഉണ്ടായത്. സ്വാഭാവികമായി അഡ്മിഷനും അതേ രീതിയിൽ പോയി. അത് ആ പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ഒരു ഉറപ്പ്. 30 മാർക്ക് അത് അവിടുത്തെ JD സാറ് മാണിക്കരായ സാറ് ദേവഗിരി കോളേജുമായിട്ട് ബന്ധപ്പെട്ടു പരിഗണന കൊടുക്കണമെന്ന് പറയുണ്ടായിട്ടുണ്ട്. അത് ശരിക്കും ഹയർ വിദ്യാഭ്യാസ വകുപ്പ് ബിന്ദു മിനിസ്റ്ററെ മാഡത്തിൻ്റെ ബഹുമാനപ്പെട്ട ബിന്ദു മാഡത്തിൻ്റെ പരിധിയിലുള്ള വിഷയമായതുകൊണ്ട് അവിടുന്ന് കൂടി ഒരു ഓർഡർ ലഭിച്ചാലേ അവിടെ പരിഗണിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും എന്തായാലും ഇപ്പോൾ നിലവിൽ സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നം പരിഹരിച്ചു. പക്ഷേ ഈ പറഞ്ഞതുപോലെ അതുലിന് മാർക്കുണ്ട്, അതുലിന് ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാനുള്ള അർഹതയുണ്ട്. സ്വാഭാവികമായി ക്ലറിക്കിൽ വന്ന ആ മിസ്റ്റേക്ക് പരിഹരിക്കപ്പെട്ട സാഹചര്യത്തിൽ അതുലിന് ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാനുള്ള അവസരം കൂടി ഇനി ഒരുങ്ങട്ടെ. സജീവിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.